നിലമ്പൂർ ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥി ചിത്രം ഏറെക്കുറെ ഇപ്പോൾ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ഓരോ സ്ഥാനാർത്ഥികളുടെയും മെറിറ്റും ഡിമെറിറ്റും പരിശോധിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ആര്യാടൻ ഷൗക്കത്തിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് കുറേ കാലം ഇവിടെ ML ആയിരുന്നു, മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്തായിരിക്കും ഈ മണ്ഡലത്തിൽ? ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കുറേ കൂടി പരിചിതമായൊരു മുഖമാണ് എന്നുള്ളത് മാത്രമാണ്. ആ പരിചിതമായ മുഖം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പുതിയതായിട്ട് ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തെ ആരും അറിയാൻ സാധ്യതയില്ല. പക്ഷേ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ മന്ത്രിയായിരുന്നു, അത്തരത്തിലുള്ളൊരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇതാണ് ആകെയുള്ള ഒരു മെറിറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇവിടെ നഗരസഭയുടെ അധ്യക്ഷനായിരുന്നു, അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ഇത്തരത്തിലുള്ള നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഗുണകരമാണ്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഷിബിലി അറിയേണ്ടത് ഇതിൻ്റെ ഡിമെറിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യത്തെ ഒരു സർവേ നടത്തിയപ്പോൾ തന്നെ ഇതെല്ലാം തെളിഞ്ഞു വന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ വലിയ തോതിൽ ഇടപെടുന്നുവെന്നും അങ്ങനെ വലിയ തോതിൽ വിഭവസമാഹരണം നടത്തുന്നുവെന്നൊക്കെയുള്ള പരാതികൾ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പാട്ടുത്സവം എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തുകയും വ്യാപാരികളിൽ നിന്ന് കഴുത്തിന് പിടിച്ച് കാശ് മേടിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് പരാതികളും ഇപ്പോൾ PV അൻവർ വലുതായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പരാതികൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കോ ഒന്നും തന്നെ ആര്യാടൻ ഷൗക്കത്ത് ഇതേവരെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ആര്യാടൻ ഷൗക്കത്ത് മറുപടി പറയണം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആരെങ്കിലും മറുപടി പറയണം. അപ്പോൾ അത്തരത്തിൽ വ്യാപാരികളായിട്ടുള്ള 15,000-ഓളം വരുന്ന വ്യാപാരികൾ ഇവിടെ സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ ആലോചിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ പല സമ്മർദ്ദങ്ങളുടെ പുറത്ത് അവർ പിൻവാങ്ങിയതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഇദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള വോട്ട് സമാഹരണം അവർ നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നഗരസഭ അടക്കമുള്ള പരിധികളിൽ സാധാരണ കോൺഗ്രസ് മുന്നിലെത്താറുള്ള ഒരു മണ്ഡലമാണെങ്കിൽ, അതായത് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ മത്സരത്തിൽ 10,000 വോട്ടിന് മുമ്പിലെത്തിയത്, അപ്പോൾ 10,800-1,800 വോട്ടുകൾ മുമ്പിലെത്തിയെങ്കിൽ അതൊന്നും ഒരു തവണ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് നഗരമധ്യത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നൊരു കാര്യം. രണ്ടാമത്തെ ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരാൾ ഒരു തവണ പോലും പിണറായിസത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ ഭാഗമാക്കുകയോ അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊന്നും അദ്ദേഹം പൊതുജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായം ആർക്കും തന്നെ ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു ധനസമ്പാദനം നടത്തുകയും മറ്റു പല കാര്യങ്ങളുമൊക്കെ ഉണ്ടെന്ന് പറയുന്ന വലിയ തോതിലുള്ള വിമർശനം അദ്ദേഹത്തിനെതിരെ നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹം ഒട്ടും ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളല്ല. ആളുകളെ ഈ പറയുന്ന പോലെ പലതരത്തിലും പറയുകയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ വലിയ വിദഗ്ധനായിട്ടുള്ള ഒരാളാണ് എന്ന് പറയുന്ന ഒരു പ്രതീതി മൊത്തത്തിൽ ഈ ടൗണിനകത്ത് മൊത്തം ഉണ്ട്. ഇപ്പോൾ പഞ്ചായത്തുകളിലേക്കൊന്നും പോയാൽ ഇല്ല. പിന്നെ അടുത്തൊരു ഏറ്റവും വലിയ വിഷയം വിഷയം കോൺഗ്രസിനകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. കാരണം VS ജോയിക്കുള്ള അത്രയും വലിയൊരു സ്വീകാര്യത ആര്യാടൻ ഷൗക്കത്തിന് ഒരിക്കലും ഇല്ല. ഇനി ഇതെല്ലാം മാറ്റി നിർത്തിയാലും വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ട്. അതെന്താണ്? അത് VV പ്രകാശ് എന്ന് പറയുന്ന ഒരു ആൾ, അദ്ദേഹം ജയിക്കേണ്ട വളരെ ജനകീയനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. പക്ഷെ അദ്ദേഹത്തെ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു പൊതുവേദിയിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് കയറി ചെല്ലുമ്പോൾ VV പ്രകാശ് അവിടെ നിന്ന് ഇദ്ദേഹത്തെ PV പ്രകാശ് സ്ഥാനാർത്ഥിയാണ്, കൈ കൊടുക്കുമ്പോൾ ഇദ്ദേഹം കൈ തട്ടി മാറ്റി പോകുന്ന ഒരു ദൃശ്യം പുറത്ത് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ അയാൾ പിന്നീട് ഹൃദയം പൊട്ടി മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അതായത് ഈ ടെൻഷൻ കാരണം. അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ ചെന്നല്ല യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി പര്യടനം ഒന്നും തുടങ്ങിയിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം എവിടെയോ പോയി ഒരു മാലയിട്ടിട്ട് പോയിക്കളയാണ് ചെയ്തിട്ടുള്ളത് VV പ്രകാശിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വലിയ നെഗറ്റീവായി ഇവിടെ നിലനിൽക്കുന്നു. കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയുള്ള വലിയൊരു വിള്ളൽ ഉണ്ടാകും. കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ അവർക്കോ ഒന്നും ഞങ്ങൾ എതിരല്ല എന്നുള്ളതാണ് ഈ VV പ്രകാശിൻ്റെ ഭാര്യയടക്കം പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്തരത്തിൽ വൈകാരികമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തിനെതിരെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ നെഗറ്റീവ്. അദ്ദേഹം പരിചയപ്പെടുത്തേണ്ട ഒരു മുഖമല്ല, പകരം അദ്ദേഹം ഈ പറയുന്ന ഡൈ ഒക്കെ അടിച്ച് വളരെ സുന്ദരനായി പൗഡറൊക്കെ ഇട്ട് വരുന്ന ഒരാളാണ്. അതിപ്പോൾ പോസ്റ്ററുകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും വളരെ നഗരസഭാ അധ്യക്ഷൻ എന്നുള്ള നിലക്കൊക്കെ അദ്ദേഹത്തിന് ആളുകൾക്ക് അറിയാം. പക്ഷെ എങ്ങനെ അറിയാം എന്നുള്ളത് രണ്ടാമതൊരു ചോദ്യമാണ്. പിന്നെ ആര്യാടൻ്റെ ഒരു ലെഗസി ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇത് ഒന്നുമല്ലാതെ ഘടകകക്ഷികൾ പോലും ആത്മാർത്ഥമായി ഇത് പരിശ്രമിക്കുമെന്ന് അറിയില്ല. കാരണം ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗിന് പാണക്കാട് തങ്ങൾക്കുമെതിരെ ഇദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ട്. യാഥാസ്ഥിതിക മനോഭാവമുള്ള ആളുകളൊക്കെ തന്നെ ഇദ്ദേഹത്തിന് എതിരാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ അവരെ കുറ്റപ്പെടുത്തുന്നതായിരിക്കുന്ന വലിയ പ്രചാരണമുണ്ട്. അതിലൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ്. അദ്ദേഹം പുരോഗമനപരമായ ചില കാഴ്ചപ്പാടുകളൊക്കെ സ്വീകരിച്ചിരുന്നു. ഈ ധനസമ്പാദനത്തിലൊക്കെ അദ്ദേഹം പുരോഗമനപരമായ ചില കാഴ്ചപ്പാടുകൾ സ്വീകരിച്ചിരുന്നു എന്നുള്ളതിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ
പരാതികളുള്ളൂ. അപ്പം അത്തരത്തിൽ എല്ലാം കൊണ്ടും തന്നെ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിന് നെഗറ്റീവായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സാർ ഇപ്പോൾ ഷൗക്കത്തിനെ കുറിച്ച് സാർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് നമുക്ക് പി അൻവറിലേക്ക് പോകാം. പി അൻവർ ഇപ്പോൾ 9 വർഷമായിട്ട് ഇവിടെ MLA ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് ഡീമെറിറ്റ് പറയാനുള്ളത്? അല്ല, PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്ന കുറച്ചുകൂടി ജനകീയനായിട്ടുള്ള ഒരാളാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എപ്പോഴും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് ഇപ്പോൾ നമ്മൾ തന്നെ സർവേ നടത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിനോട് ആളുകൾക്ക് ഒരു അടുപ്പമുണ്ട് എന്നുള്ളത് നമുക്ക് പല സ്ഥലങ്ങളിലും തോന്നും. കാരണം അദ്ദേഹം സാധാരണക്കാരുടെ ഒപ്പം ചായ കുടിക്കുകയും അല്ലെങ്കിൽ ആളുകളുടെ ഒപ്പം ഇപ്പോൾ കവളപ്പാറയിലൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവിടെ പുനരധിവാസത്തിന് അദ്ദേഹം മുൻകൈ എടുക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ്, അത് നിസ്സാര അഡ്വാൻറ്റേജ് അല്ല, അത്തരത്തിലുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പൊ 2016 അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കേരളത്തിൽ ആരും അറിയില്ല, എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും അറിയില്ല, ഒരു MLA എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു MLA മാത്രമല്ല ഇപ്പൊ PV അൻവർ. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ BJP പോലും ഉയർത്താത്ത തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കുന്നതിന്റെ ചാമ്പ്യനായി മാറിയിട്ടുള്ള ഒരാളാണ് PV അൻവർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് കുറെ കൂടി വോട്ടുകൾ കിട്ടും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയവും ഇല്ല. അപ്പൊ ഞാനൊരു 10,000-15,000-ഓളം വോട്ടുകളാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിനെങ്കിൽ. ഇനി വരാനുള്ള 2 ആഴ്ചകൾ കൂടിയുണ്ട്, ആ സമയത്ത് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിന് ആ വലിയ ഗുണമുണ്ട്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിചാരിക്കുന്നത്, അദ്ദേഹമാണ് ഇവിടുത്തെ അജണ്ട നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ആര് എന്ത് സംസാരിക്കണം എന്നുള്ള ഒരു അജണ്ട തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് PV അൻവറാണ്. PV അൻവർ പറയുന്ന വിഷയങ്ങളാണ് പലപ്പോഴും ഇവരെല്ലാവരും തന്നെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയും ഇവൻ വെള്ളാപ്പള്ളി ഗണേശൻ വരുമ്പോഴുള്ള പ്രഖ്യാപനത്തിനെതിരെയും ഒക്കെ തന്നെ വലിയ തോതിൽ സംസാരിക്കുകയും വലിയ തോതിൽ പ്രസ്താവന നടത്തുകയൊക്കെ ചെയ്ത അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അദ്ദേഹത്തിനുള്ള ഡീമെറിറ്റ്സിലേക്ക് കൂടി വന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വിമർശിക്കാവുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ UDF-ൽ കയറാൻ ശ്രമിച്ചു, അപ്പോൾ അത് നടക്കാത്തത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇത് പറയുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാക്കാൻ UDF-നൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, നിലപാടുകളിലൊക്കെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ ആളുകളിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു UDF-നോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ കുറച്ച് ആളുകൾക്കെങ്കിലും കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ കാണുന്ന ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നുമല്ല. ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സംഘടനാ സംവിധാനം നിലമ്പൂരിലില്ല എന്നുള്ളതാണ്. അത് ഏതൊരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബൂത്ത് ലെവലിലും അതുപോലെ ലോക്കൽ തലത്തിലും അതുപോലെ മണ്ഡലം തലത്തിലും പിന്നെ ഏരിയ തലത്തിലും ഒക്കെ എന്ത് ചെയ്യുക, പ്രവർത്തകർ ഉണ്ടാവുക, അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലൊരു കൃത്യമായ CPM-ന്റെ പോലെയോ അല്ലെങ്കിൽ BJP-യുടെ പോലെയോ ഉള്ള ഒരു സിസ്റ്റം അദ്ദേഹത്തിന് ഇല്ല, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പോലും ഉള്ള അത്ര ഒരു സിസ്റ്റം അദ്ദേഹത്തിന് ഇല്ല, ഒരു സംഘടനയില്ല. ആ സംഘടന ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അദ്ദേഹം മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ ഇതൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം വലിയ തോതിൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരാളാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, ഏറനാട് അദ്ദേഹം മത്സരിക്കും, അന്ന് CPI പാരവെച്ചുകൊണ്ടാണെന്ന് പറയുന്നു. 44,000 വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടി. PK ബഷീറിനൊപ്പം രണ്ടാമതെത്തി. അപ്പൊ അത് വന്ന് അവിടെ CPI-യുടെ സ്ഥാനാർത്ഥി കിട്ടുന്ന 2,700 വോട്ടാണ്. ഓക്കെ, ഇനി അത് CPM സഹായിച്ചുകൊണ്ടാണെന്ന് വിചാരിച്ച് നമുക്ക് വോട്ടേ നോക്കാം. പക്ഷെ ഇതൊന്നുമല്ലാതെ 2014 എൻ്റെ ഓർമ്മ, വയനാട് അദ്ദേഹം മത്സരിക്കുമ്പോൾ വയനാട്ടിൽ അദ്ദേഹം 37,000-ഓളം വോട്ട് ഒരു ലോക്സഭയിൽ മൊത്തം മത്സരിച്ച് അദ്ദേഹം നേടുന്നുണ്ട്. ലോക്സഭയിൽ മത്സരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഭാൻ അറിയേണ്ടത് നിസ്സാരമൊക്കെ പണിയില്ല. കാരണം ഓരോരുത്തരെയും വ്യക്തിപരമായി കാണാൻ സമയം കിട്ടില്ല. കാരണം ഒരു 10 ലക്ഷം വോട്ടെങ്കിലുമുള്ള ഒരു ലോക്സഭയിൽ ഏറ്റവും കുറഞ്ഞത് ഓരോരുത്തരെയും വ്യക്തിപരമായി കണ്ട് നമുക്ക് വോട്ട് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വോട്ട് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും നിലമ്പൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് മാത്രം 6,800-ഓളം വോട്ടുകൾ അദ്ദേഹം സമാഹരിക്കുന്നുണ്ട്. കൂടാതെ മറ്റു മണ്ഡലങ്ങളിൽ നിന്നെല്ലാം ഏതാണ്ട് തത്തുല്യമായിട്ടുള്ള വോട്ടുകൾ അദ്ദേഹം സമാഹരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഘടനാ സംവിധാനം ഇല്ലാതെ പോലും അത്രത്തോളം വോട്ടുകൾ 6,800-ഓളം വോട്ടുകളൊക്കെ സമാഹരിക്കാൻ കഴിയുന്ന ഒരു നേതാവും ലീഡറുമാണ് എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത് 2014-ലാണ്. അന്ന് PV അൻവറിനെ കുറിച്ച് കേരളത്തിലുള്ള ആർക്കും വലുതായിട്ട് അറിയില്ല. മലപ്പുറത്തുള്ള കുറച്ച് പേർക്ക് അറിയാം, അല്ലെങ്കിൽ വയനാട് നിലമ്പൂർ ആ മേഖലയിലുള്ള കുറച്ച് പേർക്ക് അറിയാമെന്നുള്ളതല്ലാതെ കേരളത്തിൽ അറിയില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം അങ്ങനെയല്ല. അന്ന് ഇതുപോലെ അദ്ദേഹത്തിന് ഒരു മീഡിയ സപ്പോർട്ടും കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് അങ്ങനെയല്ല. ഇന്ന് അദ്ദേഹത്തിന് വലിയ തോതിൽ മീഡിയ സപ്പോർട്ട് കിട്ടുന്ന ഏതൊരു കുഞ്ഞുങ്ങൾക്ക് പോലും ചിരപരിചിതനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ വിചാരിക്കുന്നത്. സാർ, ഇവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചൊന്നുമില്ല. ഇവിടെ ഏറ്റവും വലിയൊരു
ഇലക്ഷൻ്റെ പോലെ ഒരു ഗെറ്റ് തന്നെ മാറിയത് LDF സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോഴാണ്. എം സ്വരാജിനാണ് LDF സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത്. LDF അപ്പോൾ കൊടുക്കുന്ന മെസ്സേജ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് തന്നെ എന്നുള്ളതാണ്. അപ്പം LDF സ്വരാജിനെ കൊണ്ടുവരുന്നതിൽ എന്തൊക്കെ നേട്ടങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഒന്ന്, സാധാരണ നമ്മൾ അറിയേണ്ടത് ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലാണെങ്കിലും ഒക്കെ ഒരു ലോഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളെ നമ്മൾ ലോഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ PV അൻവറൊക്കെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് എയർപോർട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സ്വീകരിച്ച് ആനയിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ടാക്കുന്ന ചിത്രം വേറെയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അത് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബുമായി ഉടക്കി നമ്മുടെ KT ജലീൽ ഇവിടുന്ന് പോയതിന് ശേഷം അദ്ദേഹം ദുബായിൽ നിന്ന് എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോഴൊക്കെ ഇതുപോലെ വലിയ സ്വീകരണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കറുത്ത തുണി എറിഞ്ഞും ചെരിപ്പെറിഞ്ഞും ഒക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സ്വീകരിക്കുന്ന രംഗമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഐസ്ക്രീം പാർലർ പരിപാടി വെക്കുന്നതിന് ശേഷമൊക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടായത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പുള്ളി തോറ്റുപോയി എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുള്ളൂ, അത് അന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലോഞ്ചിങ് വളരെ കൃത്യമായി നിർവഹിക്കാൻ യഥാർത്ഥത്തിൽ കോൺഗ്രസ് സഹായിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എം സ്വരാജിൻ്റെ കാര്യത്തിൽ. അതെന്താണെന്നറിയോ, വലിയ തോതിലുള്ള സൈബർ കോൺഗ്രസ് അണികളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ തന്നെ എന്തുകൊണ്ടാണ് സ്വരാജ് വന്ന് മത്സരിക്കാത്തത്, ഭയമാണോ, തോക്കുമെന്നൊക്കെയുള്ള വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് തിരിച്ചടിക്കുകയാണ്. വെല്ലുവിളിയാണ് സാറേ ഇവൻ്റെ മെയിൻ എന്ന് പറഞ്ഞ് നിരവധി ട്രോളുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുറത്തേക്ക് വന്നപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ നാളെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളെ നിർത്താൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. നാളെ നിങ്ങൾ തന്നെ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നൊന്നും എന്ത് ചെയ്യാനില്ല, പറയാൻ ഇല്ല. അതായത് നിങ്ങളുടെ പാർട്ടി കോൺഫിഡൻസ് ഉണ്ടെന്നാണ്. ആ സമയത്താണ് PV അൻവറോട് മത്സരിക്കാനും തീരുമാനിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ കോൺഫിഡൻസ് താഴേക്ക് പോയി, പ്ലസ് ഈ കോൺഫിഡൻസ് എന്ത് ചെയ്തു, മുകളിലേക്ക് ഒന്നും. ഇനി PV അൻവർ മത്സരിക്കുന്നതുകൊണ്ട് വലിയ ഡാമേജ് കോൺഗ്രസിന് ഉണ്ടാവും എന്നുള്ള തോന്നലുള്ളതുകൊണ്ടാണല്ലോ കോൺഗ്രസ് അടക്കുകയും തുറക്കുകയും ചെയ്യാത്ത വാതിലും അതുപോലെ തന്നെ പകുതി തുറന്നിട്ടുള്ള വാതിലും പിന്നെ രാത്രി 11:30 രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി കാണലും പിന്നെ അതിനുശേഷം VS ജോയ് ഇപ്പോഴും അനുരഞ്ജന ചർച്ചകൾ നടത്തുന്നു എന്നുമൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം അതാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ബേസിക്കലി അത്തരത്തിലുള്ള ഒരു ലോഞ്ചിന് സ്വരാജിനെ സഹായിച്ചു എന്നുള്ളതാണ് ഒന്ന്. പിന്നെ സ്വരാജിൻ്റെ കാര്യത്തിലുള്ള രണ്ടാമതൊരു കാര്യം, മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഗംഭീരനായ സ്ഥാനാർത്ഥിയാണ്. കാരണം അതിഗംഭീരമായി സംസാരിക്കുന്ന, എൻ്റെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഒരു കൊളീഗ്, വളരെ 4 കൊല്ലമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്, അവർ ഈ പറയുന്ന രാഷ്ട്രീയമൊന്നും ശ്രദ്ധിക്കാത്തൊരു സ്ത്രീയാണ്. പക്ഷേ എങ്കിൽ പോലും അവരൊരു തവണ എന്നോട് ചോദിച്ചൊരു ചോദ്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇത് ആരാണ് സാർ ഈ നേതാവെന്ന് ചോദിച്ചു. കാരണം ഒരു TV ചാനൽ ചർച്ചയിൽ വന്നിരുന്ന അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അതിഗംഭീരമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ടല്ലോ, അത് ആർക്ക് തോന്നും, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷെ എനിക്ക് പോലും കേട്ടിരിക്കാൻ തോന്നുമല്ലോ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കുലേഷൻ ഗംഭീരമായിട്ട് നടത്താൻ കഴിയുന്ന ഒരാളാണ് ഒന്ന്. അതിൻ്റെ ഗുണം ഇന്ന് പോലും എം സ്വരാജിന് കിട്ടിയിട്ടുണ്ട്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ജില്ലാ നേതാവ് SDP-യുടെ അടക്കം വോട്ട് വേണം, ജമാഅത്ത് ഇസ്ലാമിയുടെ അടക്കം വോട്ട് വേണമെന്ന് പറയുകയും ചെയ്തപ്പോൾ അതിനെ വളരെ സിമ്പിളായി പൂ പോലെ പുഷ്പം കൊണ്ടെടുത്ത് പുറത്തേക്ക് കളഞ്ഞു ആര്, ആ വിവാദത്തെ എം സ്വരാജ് പറയുന്നത് ഞങ്ങൾ SDP-ക്കാരെയോ തീവ്ര നിലപാടുകാരെയോ ഒന്നും തന്നെ മനുഷ്യരായി പോലും കാണുന്നില്ല, പക്ഷെ എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം എന്നാണ്. മറ്റേ ജില്ലാ കമ്മിറ്റി മെമ്പർ പറഞ്ഞത് എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം എന്നാണ്. കൂട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് CPM-കാർ അവരെ എന്ത് ചെയ്യുന്നില്ല, മനുഷ്യരായി പോലും കാണുന്നില്ല എന്നാണ്. അപ്പം അങ്ങനെ വളരെ സിമ്പിളായി കാര്യങ്ങളെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ്. പിന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ വികസനം ഉണ്ടായില്ല എന്നോ അല്ലെങ്കിൽ CPM-ന്റെ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടോ എന്നോ പറഞ്ഞുകൊണ്ട് ഇപ്പം ആര്യാടൻ ഷൗക്കത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കന്മാർക്കോ ഒന്നും എം സ്വരാജിൻ്റെ അടുത്ത് പിടിച്ചിരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമല്ല എം സ്വരാജ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ, CPM-ന്റെ അണികൾ വർദ്ധിത ആവേശത്തോടുകൂടി ഇത്തവണ ഇവിടെ വോട്ടിനിറങ്ങും, തെരഞ്ഞെടുപ്പിനിറങ്ങും. കാരണം എന്തുകൊണ്ടാണ്, അത്രയും വലിയ ആവേശമാണ് അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നേതാവാണ് എം സ്വരാജ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എം സ്വരാജ് ഈ മണ്ഡലത്തിലെ ആളെന്ന് പറഞ്ഞാലും എം സ്വരാജിന് അത്ര വലിയൊരു ആളുകൾക്ക് പരിചയം നിലമ്പൂരിൽ ഇല്ല എന്നുള്ള മനസ്സിലാക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും ഷിബിലി പറഞ്ഞ പോലെ ഒരു ഫാക്ടർ അതാണ്. വളരെ പരിചിതനായിട്ടുള്ള ആളുകളൊക്കെ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആളുകളുടെ തോളത്ത് കഴിയുന്ന ഒരാളല്ല. ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവരൊക്കെ കുറച്ചുകൂടി ഭംഗിയായി അഭിനയിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അങ്ങനെ അഭിനയിക്കാൻ പറ്റാത്ത ഒരാളാണ് എം സ്വരാജ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഒരു പരിമിതിയായിട്ടും ഒരു നന്മയായിട്ടും ഒക്കെ നമുക്ക് കണക്കൂട്ടാം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ ഈ ചോദ്യം ചോദിച്ചു തന്നായി. ഇപ്പം ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ തവണ ഞാനൊരു രംഗം കണ്ടു. ഞാൻ ചിരിച്ച് എന്ത് ചെയ്തു പോയി, എൻ്റെ വയറിന് നീര് വീണു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് VS ജോയ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോഴേക്കും ആര്യാടൻ ഷൗക്കത്തിനെ VS ജോയിനെ പിടിച്ച് എന്ത് ചെയ്യുന്നു, ഉമ്മ കൊടുക്കുന്ന ഒരു രംഗം കണ്ടു. ഓക്കെ, എന്തിനാണ് ഈ പ്രഹസനം എന്നുള്ളത്, എന്ത് പ്രഹസനമാണ് സജി എന്നാണ് ആദ്യം എല്ലാവരും എന്ത് ചെയ്തത് ചോദിച്ചത്. പിന്നെ യഥാർത്ഥത്തിൽ ഈ ഉമ്മ VV പ്രകാശിന് കൊടുത്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹം മരിക്കില്ലായിരുന്നു എന്നാണ് എന്നോട് സുഹൃത്ത് എന്നോട്
പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രചരണ രംഗത്തേക്ക് ഈ ആര്യാടൻ ഷൗക്കത്ത് കയറി ചെല്ലുമ്പോൾ കൈ തട്ടിമാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ആ കൈ തട്ടിമാറ്റിയിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് ഇത്രയും കാലം VS ജോയി എങ്ങനെ വെട്ടാമെന്ന് വിചാരിച്ച് നടന്നിരുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന ആര്യാടൻ ഷൗക്കത്ത് ചെന്നിട്ട് VS ജോയിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. ഇതൊരു രംഗം. ഇത് പോട്ടെ, രണ്ടാമത്തെ രംഗം എന്താ? ഇദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള ആര്യാടൻ മുഹമ്മദിൻ്റെ ഖബറിടത്തിൽ ഇദ്ദേഹം ചെന്ന് നമസ്കരിക്കുന്നു. നമുക്ക് തെറ്റൊന്നുമില്ല, ആരും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ആ ഖബറിടത്തിൽ ചെന്ന് നമസ്കരിക്കുകയും അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് പൊട്ടിക്കരയുകയും അത് വലിയ തോതിൽ മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്തയാക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ പോലും ഷിബിലി അദ്ദേഹം എന്നോട് പറയുന്നത്, സാറ് കരയുന്നതൊക്കെ ഞാൻ രാവിലെ കണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് അതൊക്കെ മാധ്യമങ്ങളെടുത്ത് കൊടുത്തു എന്നാണ്. മാധ്യമങ്ങളെടുത്ത് കൊടുത്തു എന്ന് അറിയാത്ത ഒരാളല്ലല്ലോ എന്ത് ആര്യാടൻ ഷൗക്കത്ത്. അപ്പം ഇത്തരത്തിലുള്ള ചില പ്രകടനങ്ങൾ, ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്ത് മറ്റേ കുടീരത്താമസന്മാരൊക്കെ കുടീരത്തിൽ ചെന്ന് അവിടെ നിന്ന് സംസാരിച്ചിട്ട് കല്ലറയിൽ ചെന്ന് സംസാരിച്ചിട്ട് പോകുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് മാറി നിൽക്കാനാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിലുള്ള ചില അഭ്യാസ ഗിമ്മിക്കുകൾ പ്രകടനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആര്യാടൻ ഷൗക്കത്ത് ഇറക്കുന്നുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊരു ഗുണമായിട്ടും കാണാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡിബേറ്റായിട്ടും കാണാം. അത് യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് എം സ്വരാജിനെ സംബന്ധിച്ചോളം അതിൻ്റെ ആവശ്യമില്ലെന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു നിലപാടുകളിലൂടെ അദ്ദേഹം അത്തരത്തിൽ ഗംഭീരനായ ഒരു നേതാവ് എന്നുള്ള ഒരു ഇമേജ് ആളുകളുടെ ഇടയിൽ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് വ്യക്തിപരമായി. പിന്നെ നമുക്ക് അപ്പോൾ BJPയുടെ സ്ഥാനത്തിലേക്ക് വരാം. ആദ്യം BJP നിർത്തുന്നില്ല എന്ന് പറഞ്ഞു, ഇപ്പോൾ എന്നെ നിർത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഇപ്പോൾ അവർക്കൊരു ക്രിസ്ത്യൻ നാമധാരിയായിട്ടുള്ള ഒരാളെ ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സാധാ സ്ഥാനാർത്ഥിയാണ്. നമ്മൾ വലിയ കാര്യമായിട്ട് സീരിയസ് ആയിട്ടൊന്നും ചർച്ച ചെയ്യാനില്ല. അദ്ദേഹം ഒരു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരനായിരുന്നു എന്നുള്ളത് അതിൻ്റെ വലിയ നേതാക്കൾ പോലും ചിലർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അറിയാൻ പാടില്ല. അദ്ദേഹം ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. അദ്ദേഹത്തെ പിടിച്ച് BJP സ്ഥാനാർത്ഥിയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം BJPക്ക് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ വേണം. കാരണം BJPയുടെ വോട്ട് ഇവിടെ കുറയാനാണ് എല്ലാ സാധ്യതയും. ഒരു കഴിഞ്ഞ തവണ കിട്ടിയിട്ടുള്ള 10% വോട്ടുകളൊന്നും നിലനിർത്തൽ എളുപ്പമുള്ള കാര്യം അല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചിട്ടുള്ളത് K. സുരേന്ദ്രനാണ്. അത് ലോക്സഭയിലേക്കാണ്. 17,000 വോട്ട് പിടിച്ചു. കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ, അതായത് 68.7% വോട്ടുകൾ കോൺഗ്രസ് സ്വന്തമാക്കിയപ്പോൾ പോലും BJPയുടെ 13,000 വോട്ടുകൾ പിടിച്ചു. പക്ഷേ അതിന് തൊട്ടു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പിടിച്ചത് വെറും 8,000 വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ 5% വോട്ടുകളാണ്. അതിനു മുമ്പ് BDJS മത്സരിച്ചു, അതായത് BJP അല്ല BDJS മത്സരിച്ചപ്പോഴാണ് 12,000 വോട്ടുകൾ പിടിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 5% വോട്ട് പിടിച്ചു എന്നുള്ളത് നമ്മൾ തെറ്റായി പറയേണ്ട കാര്യമില്ല. കാരണം നിലമ്പൂർ മാത്രമല്ല, കേരളത്തിൽ മൊത്തം 2021 BJPക്ക് വോട്ടുകൾ കുറവായിരുന്നു. അതിൻ്റെ പിന്നിൽ വേറെ കാരണങ്ങളുണ്ട്, അപ്പോൾ ആ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം അത്തരത്തിൽ BJPക്ക് ഇത്തവണ ഉറപ്പായിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയും. ആ കുറയും എന്നുള്ളത് കൊണ്ട് ബലി കൊടുക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇത്തവണ BJP പിടിക്കുന്ന വോട്ടും ഇനിയിപ്പോൾ SDP-യുടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അദ്ദേഹം വലിയ തോതിൽ ഗംഭീരമായി പ്രചരണം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പോസ്റ്ററൊക്കെ കണ്ട് ഞാൻ അതിശയിച്ചു. അതൊരു സാധാരണ പാർട്ടികൾ പ്രചരണം നടത്തുന്ന പോലെ തന്നെ അദ്ദേഹം പ്രചരണം നടത്തുന്നുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഏതോ ബാർ അസോസിയേഷന്റെ സെക്രട്ടറി, ബാർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്. അത് എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ അദ്ദേഹവും ഒക്കെ ഇവിടെ ചെറിയ തോതിൽ കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷനിൽ അവർക്ക് 4,500 വോട്ടുണ്ടായിരുന്നു SDP-ക്ക്. കഴിഞ്ഞ ഇലക്ഷനിൽ അവർക്ക് 3,500 വോട്ടുകൾ ഉണ്ടായിരുന്നു. ആ 3,500 വോട്ടുകൾ പിടിക്കുമ്പോൾ ഇവിടെ PV അൻവർ ജയിക്കുന്നത് 2,700 വോട്ടിനാണ്. അല്ലായിരുന്നു. അപ്പം അത്തരത്തിലുള്ള വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇത്തവണ ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസിനകത്ത് നിന്ന് വലിയ അടിയൊഴുക്ക് ഷൗക്കത്തിനെതിരെ ഉണ്ടാകും, ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഞാൻ നിരവധി പഞ്ചായത്തുകൾ പോയി, ഞാനിപ്പോൾ പേരുകൾ പറയുന്നില്ല. ചില പഞ്ചായത്തുകളിൽ അതിഭീകരമായിട്ടുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാവാനും അവിടെ നിന്നൊക്കെ തന്നെ ഒരുപക്ഷെ PV അൻവറിന് വോട്ട് കിട്ടാനുമുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. അങ്ങനെ വന്നാൽ ചിലപ്പോൾ വളരെ തിന്നായിട്ടുള്ള ഒരു മാർജിനിൽ നിപ്പോളിൽ നിൽക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാലും തോറ്റാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട. 1,000-1,500 വോട്ടിനാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പം അതിൽ നിന്ന് വീണ്ടും മാറ്റമുണ്ടായിരിക്കുന്നു. കാരണം ഇന്നാണ് നമ്മൾ നഗരസഭയിൽ വലിയ തോതിൽ ഇറങ്ങുകയും വലിയ തോതിൽ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണമൊക്കെ നടത്തിയത്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം ഈ വ്യാപാരികളുടെയും വ്യവസായികളുടെയൊക്കെ വലിയ കടുത്ത എതിർപ്പ് ആര്യാടൻ ഷൗക്കത്ത് നേരിടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള വല്ല വിലയിരുത്തൽ. പിന്നെ അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ ഇപ്പം ഈ സ്വരാജിനെ നിങ്ങൾ ആരും അറിയില്ലെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരു ഗുണവും കൂടിയുണ്ട്. സ്വരാജിനെ കുറിച്ച് ഒരു നെഗറ്റീവും പറയാൻ ഇല്ല. അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ വളച്ചൊടിച്ച് അദ്ദേഹത്തിന്
പിണറായി സർക്കാരിന്റെ ഭരണവിരുദ്ധ അല്ല, ഭരണവിരുദ്ധ വികാരം പോലും അത്രത്തോളം ഒന്നും ചിലപ്പോൾ ചില ആളുകളുണ്ട്, അവർക്കെതിരെ അത്രത്തോളം ഈ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കില്ല. ഇപ്പം ഞാനത് പറയുന്നത്, ഇപ്പം ആന്റണി ജോൺ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി കോതമംഗലത്തുണ്ട്. അദ്ദേഹത്തെ പിണറായിസത്തിൻ്റെ ഒരു മുഖമുദ്രയായിട്ടൊന്നും ആളുകൾ കാണുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നു പിണറായി സർക്കാരിൽ, പക്ഷേ വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരമൊന്നും അദ്ദേഹത്തിനെതിരെ എന്ത് ചെയ്യാറില്ല, വരാറില്ല. ഞാൻ പറയുന്നത് എം സ്വരാജ് അങ്ങനെയുള്ള ഒരാളാണെന്ന് ഞാൻ പറയുന്നില്ല. എം സ്വരാജ് തീർച്ചയായിട്ടും പിണറായിയുടെയും CPM-ൻ്റെയും ഒക്കെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഒരാഴ്ചകൾക്ക് സമയം കൊണ്ട് ഇനി മാറാൻ സമയമുണ്ട്. അതുകൊണ്ട് ഇത് അവസാന വാക്കാണെന്നൊന്നും ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് പറയുന്നില്ല. അത് ഞാനിപ്പോൾ ഏറ്റവും അവസാനത്തെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഏറ്റവും ഫൈനലായിട്ടുള്ള വീഡിയോ കൂടി ചെയ്യും. പക്ഷേ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, തീർച്ചയായിട്ടും ഇപ്പോൾ 22-ാം തീയതി 21-ാം തീയതി ഒക്കെ നമ്മൾ കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള റിസൾട്ടുമായിട്ട് വരാം. പക്ഷെ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരാൾക്കെതിരെ മുസ്ലിം ലീഗിൽ നിന്ന് വോട്ടിൻ്റെ ചോർച്ച ഉണ്ടാവും, കോൺഗ്രസിൽ നിന്ന് വലിയ തോതിൽ വോട്ടിൻ്റെ ചോർച്ച ഉണ്ടാവും. കാരണം വലിയ തോതിൽ VV പ്രകാശിനെയും അതുപോലെ VS ജോയിയൊക്കെ അനുകൂലിക്കുന്ന നിരവധി ആളുകൾ ഉറപ്പായിട്ട് വോട്ട് ചെയ്യില്ല. ഇപ്പം VS ജോയ് പറഞ്ഞാൽ പോലും വോട്ട് ചെയ്യില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ മറികടന്നിരുന്നത് ആര്യാടൻ മുഹമ്മദ് ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ കൊണ്ടാണ്. അതും ഇത്തവണ ആര്യാടൻ ഷൗക്കത്തിന് വലിയ തോതിൽ കിട്ടാനില്ല. പിന്നെ ആന്റി ഇൻകുംബൻസി വോട്ടുകൾ കൊണ്ടൊരു 32,000 വോട്ടിന് വരെ ജയിക്കാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു, അത് തീർച്ചയാണ്. പക്ഷേ PV അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. 2 കാര്യങ്ങളുണ്ട് PV അൻവറിനെ സംബന്ധിച്ച്. ഒന്ന്, PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ. രണ്ടാമത്തത്, PV അൻവറിൻ്റെ കാടിളക്കെയുള്ള പ്രചരണം, അത് വലിയ തോതിൽ ഇവർക്ക് ഡാമേജ് ഉണ്ടാക്കും. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം. PV അൻവർ ഇന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഷൗക്കത്തിനോട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കസേരയിലെത്തി പറഞ്ഞു എന്നാണ് പറയുന്നത്, ഷൗക്കത്തെ നീ മത്സരിച്ച് ജയിക്കൂല എന്ന്. ഇപ്പോഴല്ല, ഇപ്പോൾ പറയുകയാണെങ്കിൽ അത് UDF കയറാത്തതുകൊണ്ടാണ് നമുക്ക് വിചാരിക്കാം. പക്ഷെ അദ്ദേഹം പറയുന്നത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നാണ്. അങ്ങനെ പറഞ്ഞിരുന്നു. എന്നിട്ട് നീ VS ജോയിനെ നിർത്തിയാൽ ഉറപ്പായിട്ടും ഒരു മലയോര കർഷകനെ നിർത്തിയാൽ ജയിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത് എന്താ, നീ ഇനി ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നിന്റെ തന്നെ ഒരു സുഹൃത്ത്, അതായത് വലം കൈ ആയിട്ടുള്ള മറ്റൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, അദ്ദേഹത്തെ എന്ത് ചെയ്യും, ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ നിർത്തും. എന്നിട്ട് ഒരു മതമേലധ്യക്ഷന്മാരും മുസ്ലിം ലീഗിൻ്റെ ആളുകൾ നേതാക്കന്മാരും എല്ലാവരെയും കൂടി വിളിച്ച് നമുക്കൊരു കരാർ ഉണ്ടാക്കാം. ആ കരാർ പ്രകാരം ഒരു 8 മാസമല്ലേ ഉള്ളൂ, 8 മാസം കഴിയുമ്പോൾ അവർ മാറിത്തരും. എന്നിട്ട് ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിച്ച് ജയിച്ചോട്ടെ. ഇത് അദ്ദേഹം പറയുന്നതിന് വേണ്ടിയാണെന്നറിയൂ, അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്തിട്ടുള്ളൊരു സീറ്റ് UDF അതിഗംഭീരമായൊരു വിജയം ഉണ്ടാക്കിയാൽ മാത്രമേ അടുത്ത 140 മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ളൊരു വിജയം ഉണ്ടാകും, പിണറായിക്ക് എതിരാണ് ജനം എന്നുള്ള ഒരു തോന്നൽ മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടി കൊടുക്കാൻ, കേരള സംസ്ഥാനത്തിനാകെ കൊടുക്കാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ഒരു തുടർഭരണം ഉണ്ടാകും, 3ാം ഭരണം ഉണ്ടാകും എന്ന് പറയുന്ന പിണറായിയൊക്കെ സൃഷ്ടിക്കുന്ന ഒരു നറേറ്റീവ് വലിയ തോതിൽ ജനങ്ങളെ ബാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ജയം ഇവിടെ ഉണ്ടാകട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നത്. അദ്ദേഹം അതിന് ചില തെളിവുകളടക്കം നടത്തുന്നത്. അപ്പം അദ്ദേഹം പറയുന്നതിന് നമുക്ക് കുറച്ചുകൂടി വിശ്വാസ്യതയും തോന്നും. അപ്പം അതാണ് എൻ്റെ പ്രശ്നം. അപ്പം ഇതെല്ലാം തന്നെ വലിയ തോതിൽ ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാക്കും.